എന്തായി? ശാലിനി ഹോസ്പിറ്റലിലാ. ആ കുട്ടിക്ക് വീണ്ടും ഒരു തളർച്ച. അത് ഞാൻ അറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. അമലയുടെ പേര് പറയുമ്പോൾ ശാലിനിയുടെ മുഖത്ത് നല്ല ഭാവവ്യത്യാസമുണ്ട്, ഭയവുമുണ്ട്. പ്രതി അമല എന്നുള്ള സൂചനകൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ. അവളുടെ പ്രവൃത്തികൾക്ക് സാക്ഷിയായിട്ടുണ്ടാവും മഹേഷിന്റെ അമ്മയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം ഭാഗം ജയിക്കാൻ അവരെയും അമല ചിലപ്പോ... അതിനാണ് സാധ്യത. മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ ക്രിമിനൽ മൈൻഡാണ് ഇവിടെ വലിയ നഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത്. അതിന് പരസ്യമായി തന്നെ ഒരു അറസ്റ്റ് അത്യാവശ്യമല്ലേ സാർ? ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബത്തെ മുഴുവനും കരിവാരി തേക്കാതെ എങ്ങനെ ഈ വിഷയം സോൾവ് ചെയ്യാമെന്ന എന്റെ ചിന്ത. അങ്ങനെ ചിലരെ സംരക്ഷിക്കുമ്പോ കൊടും ക്രൂരത ചെയ്ത അമല രക്ഷപ്പെടുകയല്ലേ സാർ ചെയ്യുന്നത്? അവളെ അത് വീണ്ടും തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കില്ലേ? വ്യക്തമായ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ സംശയം പൂർണ്ണമായാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയിക്കാം. അതിനനുസരിച്ച് ജയബാല പ്രവർത്തിച്ചാൽ മതി. സാർ, അമല അത്രയ്ക്ക് തന്റെ ഇടം കാട്ടിയെങ്കിൽ, മൃഗീയമായി പെരുമാറിയെങ്കിൽ മറക്കാൻ പാടില്ലാത്ത അനുഭവങ്ങൾ അവക്കും ഉണ്ടാവണം. അവളും പശ്ചാത്തപിക്കണം. അല്ലെങ്കിൽ തന്നെ സുഭദ്രാമയെ കൊന്നത് അവളാണെങ്കിൽ അതറിയുമ്പോൾ മഹേഷ് അമലയെ വെറുതെ വിടുമോ? അവളുടെ ജീവിതം ഇരുട്ടിലേക്ക് തന്നെ പോവുക ജയബാല. അവളുടെ നാശം അവൾ തന്നെ വരുത്തി തീർക്കുക.